ഹലോ ഫ്രണ്ട്സ്, ഞാൻ അജയ്. ഇന്ന് ഈ വീഡിയോയിൽ പോസ്റ്റ് ഓഫീസിൽ ഗവൺമെന്റ് നടത്തുന്ന ഓരോ സ്മോൾ സേവിംഗ് സ്കീമിന്റെ ലേറ്റസ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റ് എന്തൊക്കെയുണ്ടെന്ന് നമുക്കിന്ന് കാണാം. അഥവാ നിങ്ങൾ ജൂൺ 2026 ഏത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നാൽ അതിൽ നിങ്ങൾക്ക് എത്ര ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുമെന്ന് നമുക്കിന്ന് ഈ വീഡിയോയിൽ കാണാം. അതേപോലെ പോസ്റ്റ് ഓഫീസിൽ ഗവൺമെന്റിലൂടെ നിറയെ സ്കീമുകൾ നടത്തുന്നുണ്ട്. ഏതൊക്കെയെന്ന് വെച്ചാൽ സേവിംഗ് അക്കൗണ്ട്, ടൈം ഡെപ്പോസിറ്റ്. അതേപോലെ ടൈം ഡെപ്പോസിറ്റിൽ 4 ഓപ്ഷനുകളുണ്ട്. അതിനുശേഷം റെക്കറിംഗ് ഡെപ്പോസിറ്റ്, മന്ത്ലി ഇൻകം സ്കീം, നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ്, കിസാൻ വികാസ് പാത്ര, സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം, PPF എന്ന് വെച്ചാൽ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്, സുകന്യ സമൃദ്ധി യോജന. ഇതേപോലെ നിറയെ സ്കീമുകളുണ്ട്. അതേപോലെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏതാണ് ബെസ്റ്റ് ആയിട്ട് തോന്നുന്നോ അതിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ ജൂൺ 2026 ഇതിൽ നിന്ന് ഏത് അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്താൽ അപ്പോൾ നമുക്ക് എത്ര ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടും നമുക്ക് ഈ വീഡിയോയിൽ ഫുൾ ആയിട്ട് കാണാം. സോ വരൂ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നമുക്ക് പോസ്റ്റ് ഓഫീസ് സേവിംഗ് അക്കൗണ്ടിനെ കുറിച്ച് കാണാം. ഇവിടെ നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസ് സേവിംഗ് അക്കൗണ്ടിൽ 4% ഇൻട്രസ്റ്റ് കിട്ടും. ഇന്ത്യയിൽ നിറയെ ബാങ്കിൽ വന്നിട്ട് 4%-നേക്കാളും കുറവായിട്ടാണ് ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ 2.5%, 3%, 3.25%, 3.5% പോലെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടും. അഥവാ നിങ്ങൾ പോസ്റ്റ് ഓഫീസിൽ സേവിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് 4% സിമ്പിൾ ആയിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടും. അതിനുശേഷം നമുക്ക് ടൈം ഡെപ്പോസിറ്റിനെ കുറിച്ച് കാണാം. ഇവിടെ പോസ്റ്റ് ഓഫീസിൽ നിങ്ങൾക്ക് 4 ഓപ്ഷനുകൾ കാണാൻ പറ്റും. ഫസ്റ്റ് നമുക്ക് 1 ഇയർ ടൈം ഡെപ്പോസിറ്റിനെ കുറിച്ച് കാണാം. ബാങ്കിൽ FD ഇരിക്കുന്ന പോലെയാണ് നമ്മളെ പോസ്റ്റ് ഓഫീസിലും ടൈം ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ അഥവാ 1 ഇയർ ഡെപ്പോസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് 6.90% ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടും. എന്ന് വെച്ചാൽ 6.9% ഇൻട്രസ്റ്റ്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് 1 വർഷത്തിന്റെ ഫുൾ ആയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് കിട്ടും. എത്ര കിട്ടും എന്ന് പറഞ്ഞാൽ നിങ്ങൾ 1 വർഷത്തിൽ 1 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് 7,100 രൂപ കിട്ടും. എന്താ വെച്ചാൽ ഇവിടെ ക്വാർട്ടർലി കോമ്പൗണ്ടിലൂടെയാണ് കണക്കെടുക്കുന്നത്. എന്ന് വെച്ചാൽ ഒവ്വൊരു 3 മാസത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് നിങ്ങളെ പ്രിൻസിപ്പൽ എമൗണ്ടിലൂടെ ചേർന്ന് പോകും. അതുകൊണ്ട് 6,900 രൂപ ഇല്ലാതെ നിങ്ങൾക്ക് മൊത്തം 7,100 വരെ കിട്ടും. അതേപോലെ നിങ്ങൾ 2 ഇയർ ടൈം ഡെപ്പോസിറ്റ് ഓപ്പൺ ചെയ്താൽ അപ്പോൾ ഇവിടെ 7% ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടും. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ 1 വർഷത്തിലുണ്ടായ ഇൻട്രസ്റ്റ് റേറ്റ് നിങ്ങൾക്ക് കിട്ടും. അതിനുശേഷം 2ാമത്തെ വർഷം കിട്ടുന്ന ഇൻട്രസ്റ്റ് 2ാമത്തെ വർഷം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും. എന്ന് വെച്ചാൽ ആനുവൽ പേ ഔട്ട് പോലെ ക്രിയേറ്റ് ആവുന്ന പോലെ നിങ്ങൾക്ക് ഓരോ വർഷം നിങ്ങൾക്ക് ക്രിയേറ്റ് ആവുന്ന ഓരോ ഇൻട്രസ്റ്റ് വന്നിട്ട് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതേപോലെ 3 ഇയർ ടൈം ഡെപ്പോസിറ്റിൽ നിങ്ങൾക്ക് ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് 7.1% ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടും. അഥവാ നിങ്ങൾ ജൂൺ 2026 പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഈ റേറ്റിൽ തന്നെ കിട്ടും. ഇവിടെയും അതേ സെയിം പ്രോസസ്സ് തന്നെ. ഫസ്റ്റ് ഇയർ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടും. അതേപോലെ സെക്കൻഡ് ഇയർ ഇൻട്രസ്റ്റ് റേറ്റ് സെക്കൻഡ് ഇയർ കിട്ടും. 3ാമത്തെ വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് പ്രിൻസിപ്പൽ എമൗണ്ട് കൂടെ ചേർത്ത് ബാക്കിയുള്ള തുക നിങ്ങൾക്ക് ചേർത്ത് കിട്ടും. ഇതേപോലെ നിങ്ങൾ പോസ്റ്റ് ഓഫീസിൽ ടൈം ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് 5 ഇയർ ടൈം ഡെപ്പോസിറ്റിനെ കുറിച്ച് കാണാം. ഇവിടെ നിങ്ങൾക്ക് 7.5% ഇൻട്രസ്റ്റ് കിട്ടും. ഇവിടെ നിങ്ങൾ എത്ര എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ നോക്കുന്നോ അത്ര എമൗണ്ട് നിങ്ങൾക്ക് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. ഒവ്വൊരു വർഷം നിങ്ങൾക്ക് ക്രിയേറ്റ് ആവുന്ന ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഇവിടെ ഫസ്റ്റ് 4 വർഷം ക്രിയേറ്റ് ആവുന്ന ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതിനുശേഷം 5ാമത്തെ വർഷം കംപ്ലീറ്റ് ആകുമ്പോൾ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പ്രിൻസിപ്പൽ എമൗണ്ട് കൂടെ ചേർത്ത് 5ാമത്തെ വർഷം കഴിയുമ്പോൾ കിട്ടുന്ന ഇൻട്രസ്റ്റ് മൊത്തം നിങ്ങൾക്ക് മുഴുവൻ തുകയും നിങ്ങൾക്ക് കിട്ടും. ഇതേപോലെ നിങ്ങൾ പോസ്റ്റ് ഓഫീസിൽ ടൈം ഡെപ്പോസിറ്റ് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് നല്ല ഒരു ഇൻട്രസ്റ്റ് വാങ്ങിക്കാൻ പറ്റും. ഇനി നെക്സ്റ്റ് നമുക്ക് റെക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ടിനെ കുറിച്ച് കാണാം. എന്ന് വെച്ചാൽ RD അക്കൗണ്ടിനെ കുറിച്ച് കാണാം. ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒവ്വൊരു മാസവും ഒരേ എമൗണ്ട് നമുക്ക് തുടരെയായിട്ട് പേ ചെയ്തുകൊണ്ടിരിക്കണം, ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നിങ്ങൾ അഥവാ 500 രൂപയായിട്ട് അക്കൗണ്ട് തുടങ്ങുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഒവ്വൊരു മാസം 500 രൂപ അടച്ചുകൊണ്ടിരിക്കണം. അതും മൊത്തം 60 മാസം വരെ നിങ്ങൾക്ക് പേ ചെയ്യണം. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് 5 വർഷം വരെ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. എന്ന് വെച്ചാൽ 5 വർഷത്തിൽ 60 മാസങ്ങൾ ഉണ്ടാകും. ആ 60 മാസം നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇവിടെ അഥവാ നിങ്ങൾ 500 രൂപ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതോ 1000 രൂപ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിലും അതേപോലെ നിങ്ങൾ എത്ര പേര് അക്കൗണ്ട് ഓപ്പൺ ചെയ്താലും നിങ്ങൾക്ക് ആ സെയിം എമൗണ്ട് ഒവ്വൊരു മാസം നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് കൊടുക്കണം. ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് വന്നിട്ട് 6.7% ഇൻട്രസ്റ്റ് കിട്ടും. അതിനുശേഷം പോസ്റ്റ് ഓഫീസിന്റെ മന്ത്ലി ഇൻകം സ്കീം നമുക്ക് കാണാം. എന്ന് വെച്ചാൽ MIS സ്കീമിനെ കുറിച്ച് കാണാം. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു പ്രാവശ്യത്തിൽ നല്ലൊരു എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യണം. അതിനുശേഷം ആ എമൗണ്ടിൽ നിന്ന് ക്രിയേറ്റ് ആവുന്ന ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ഒവ്വൊരു മാസം നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അഥവാ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അഥവാ നിങ്ങൾ 1 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഒവ്വൊരു മാസം 617 രൂപ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടും. ഇതെങ്ങനെ കണക്കെടുക്കുന്നതെന്ന് വെച്ചാൽ ഈ സ്കീമിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് വന്നിട്ട് 7.4% ആണ്. എന്ന് വെച്ചാൽ 1 ലക്ഷത്തിന്റെ 1 വർഷത്തിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് വന്നിട്ട് 7,400 രൂപ ആകും. ഈ ഇൻട്രസ്റ്റ് വന്നിട്ട് സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഇടയിൽ കണക്കെടുക്കും. ഈ 7,400 രൂപ നമ്മൾ 12 മാസത്തിൽ ഡിവൈഡ് ചെയ്താൽ അപ്പോൾ 617 രൂപ നമുക്ക് മാസത്തിൽ കിട്ടും. 1 ലക്ഷം രൂപ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒവ്വൊരു മാസം ഈ എമൗണ്ട് കിട്ടിക്കൊണ്ടിരിക്കും.
പോസ്റ്റ് ഓഫീസ് MI സ്കീമിൽ ഒരു സിംഗിൾ അക്കൗണ്ടിൽ നിങ്ങൾക്ക് 9 ലക്ഷം വരെ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. ജോയിന്റ് അക്കൗണ്ടിൽ 15 ലക്ഷം വരെ നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ നിങ്ങൾ എത്ര രൂപ ഡെപ്പോസിറ്റ് ചെയ്യണോ ആ രീതിയിലുള്ള എമൗണ്ടിന്റെ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് മാസം തോറും കിട്ടിക്കൊണ്ടിരിക്കും. ഇതിനുശേഷം നെക്സ്റ്റ് നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റിനെ കുറിച്ച് കാണാം. എന്ന് വെച്ചാൽ NSCനെ കുറിച്ച് കാണാം. ഇപ്പൊ നമ്മൾ കുറച്ചു നേരത്തെ കണ്ട 5 ഇയർ FDയിൽ 7.5 ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ NSCയിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് റേറ്റ് വന്നിട്ട് 7.7% ഉണ്ട്. 5 ഇയർ FDയിൽ നിങ്ങൾക്ക് എന്താ നടക്കും എന്ന് പറഞ്ഞാൽ ഓരോ വർഷം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കിട്ടും. അതിന്റെ കൂടെ ക്വാർട്ടർലി കമ്പോണന്റ് ഉണ്ട്. എങ്ങനെ വെച്ചാൽ നിങ്ങൾ 1 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വർഷത്തിൽ ഒരു 7700 നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ആകും. പക്ഷെങ്കിൽ NSCയിൽ നിങ്ങൾക്ക് ആനുവൽ പേ ഔട്ട് ഇല്ല. ഇത് വന്നിട്ട് 5 വർഷത്തിന്റെ സ്കീമാണ്. നിങ്ങൾ ഇന്ന് എത്ര എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യണോ അതിന്റെ മുഴുവൻ തുകയും അതിന്റെ ഇൻട്രസ്റ്റും ചേർത്ത് 5 വർഷം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മൊത്തമായിട്ട് കിട്ടും. അതേപോലെ ഒരേ പ്രാവശ്യത്തിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. അതേപോലെ നിങ്ങൾക്ക് ഇവിടെ ഒരേ പ്രാവശ്യം തന്നെ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അഥവാ നിങ്ങൾ 1 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്താൽ അത് ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ വാല്യൂ 7.7% കിട്ടും. പക്ഷെങ്കിൽ ഇവിടെ ക്വാർട്ടർലി കമ്പൗണ്ടിങ് ഇല്ല. ഇവിടെ ആനുവൽ കമ്പൗണ്ടിങ് തന്നെ കാണും. എന്ന് വെച്ചാൽ 1 ലക്ഷം രൂപ ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് 1,77,700 രൂപ ആയിട്ട് മാറും. അതുകൊണ്ട് പോസ്റ്റ് ഓഫീസിന്റെ 5 ഇയർ FDയും NSCയും നോക്കുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് വേറെ പോലെ ഇരുന്നാലും തുടക്കമായിട്ടുണ്ടാകുന്ന ഇൻട്രസ്റ്റ് ഏകദേശം സെയിം ആയിരിക്കും. പക്ഷെങ്കിൽ മുഖ്യമായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ 5 ഇയർ FDയിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് വന്നിട്ട് വർഷം കിട്ടും. പക്ഷെങ്കിൽ NSCയിൽ നിങ്ങൾക്ക് ആ ഇൻട്രസ്റ്റ് വെളിയിൽ കിട്ടൂല. അത് പ്രിൻസിപ്പൽ എമൗണ്ട് ചേർത്ത് നിങ്ങൾക്ക് അടുത്ത വർഷത്തിന്റെ ഇൻട്രസ്റ്റിലൂടെ കണക്കെടുക്കും. എന്ന് വെച്ചാൽ ഫസ്റ്റ് വർഷം നിങ്ങൾക്ക് 1,77,700 രൂപ ആയ തുകയ്ക്ക് അടുത്ത വർഷം ഇൻട്രസ്റ്റ് കണക്കെടുക്കും. അപ്പോൾ നിങ്ങൾക്ക് 1,15,000 ആകും. അതിനുശേഷം വീണ്ടും ഇൻട്രസ്റ്റ് ചേരും. ഇതേപോലെ വർഷം കമ്പൗണ്ടിങ് ആകുമ്പോൾ അതേപോലെ 5 വർഷം കഴിയുമ്പോൾ 1,44,000 രൂപയായിട്ട് നിങ്ങൾക്ക് മെച്യൂരിറ്റി കിട്ടും. നെക്സ്റ്റ് കിസാൻ വികാസ് പത്ര എന്ന് വെച്ചാൽ KVPയെ കുറിച്ച് കാണാം. ഇതൊരു മണി ഡെവലപ്പിംഗ് സ്കീമാണ്. എന്ന് വെച്ചാൽ 1 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് മെച്യൂരിറ്റി ആയിട്ട് 2 ലക്ഷം രൂപയായിട്ട് കിട്ടും. അഥവാ 2 ലക്ഷമായിട്ട് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് 4 ലാക്ക് ആയിട്ട് കിട്ടും. അഥവാ 4 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് 8 ലക്ഷം രൂപയായിട്ട് കിട്ടും. ഈ സ്കീമിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് വന്നിട്ട് 7.5% കിട്ടും. ഇവിടെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങളെ ഇൻട്രസ്റ്റിലൂടെ നിങ്ങളെ എമൗണ്ട് ഡബിൾ ആകാൻ എത്ര ദിവസം എടുക്കുമെന്ന് ഇവിടെ തീരുമാനിക്കും. അതേപോലെ ഈ സ്കീമിൽ നിങ്ങളെ പൈസ ഡബിൾ ആകാൻ വേണ്ടിയിട്ട് 115 മാസങ്ങളാകും. എന്ന് വെച്ചാൽ 9 വർഷം 7 മാസങ്ങളാകും. എങ്ങനെ വെച്ചാൽ 9 വർഷം എന്ന് പറഞ്ഞാൽ 108 മാസമാണ്. അതിന്റെ കൂടെ ഒരു 7 മാസം കൂടെ ചേർത്താൽ നിങ്ങൾക്ക് 115 മാസങ്ങളാകും. അതുകൊണ്ട് നിങ്ങൾ 115 മാസങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് വന്നിട്ട് ഡബിൾ ആയി നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അതേപോലെ ഈ പോസ്റ്റ് ഓഫീസിൽ ഇരിക്കുന്ന എല്ലാ സ്കീമുകളും 100% സേഫ് ആയിട്ടുള്ള സ്കീമുകളാണ്. അതേപോലെ ഡെപ്പോസിറ്റ് ചെയ്യണ എമൗണ്ട് വന്നിട്ട് മുഴുവനായിട്ട് സേഫ് ആയിരിക്കും. ഇത് ബാങ്കിലൂടെ കമ്പയർ ചെയ്ത് നോക്കിയാൽ ഒരു ബാങ്കിൽ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ RBI റൂൾ വഴി DICGC ഇൻഷുറൻസിലൂടെ 5 ലക്ഷം വരെയാണ് ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ കിട്ടുന്നത്. ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നിങ്ങൾ അഥവാ 7 ലക്ഷം രൂപ ഒരു ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എതിർകാലത്തിൽ ആ ബാങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിപ്പോയാൽ അതോ ബാങ്ക് ഫുള്ളായിട്ട് ക്ലോസ് ആയി പോയാലോ ആ കണ്ടീഷനിൽ നിങ്ങളെ ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ അണ്ടറിൽ 5 ലക്ഷം രൂപ മാത്രം തന്നെ കിട്ടും. 7 ലക്ഷം രൂപ മുഴുവനായിട്ട് കിട്ടുമെന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് എല്ലാവരും നീണ്ട കാലം സേവിങ്ങിന് വേണ്ടിയിട്ട് പോസ്റ്റ് ഓഫീസ് സ്കീമിനെ സെലക്ട് ചെയ്യുന്നത്. പക്ഷേങ്കിൽ പോസ്റ്റ് ഓഫീസിൽ നിങ്ങൾ എത്ര എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നോ ആ പൈസ എല്ലാം മുഴുവനായിട്ട് സേഫ് ആയിരിക്കും. അതേ സമയത്തിൽ ബാങ്കുകളും പൊതുവായിട്ട് സേഫ് ആണ്. അത് സ്മോൾ ഫിനാൻസ് ബാങ്ക് ആയിരുന്നാലും ശരി, അതോ ഗവൺമെന്റ് ബാങ്ക് ആയിരുന്നാലും ശരി, അതോ പ്രൈവറ്റ് ബാങ്ക് ആയിരുന്നാലും ശരി. അതേപോലെ ഒരു ചില സേഫ് ആയിട്ടിരിക്കുന്ന ബാങ്കുകളും ഉണ്ട്. പക്ഷെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം, കോഓപ്പറേറ്റീവ് ബാങ്ക് അതോ കോഓപ്പറേറ്റീവ് സൊസൈറ്റി പോലത്തെ ബാങ്കുകളിൽ ഇതേപോലത്തെ ബാങ്കുകളിൽ നമ്മൾ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ഡെപ്പോസിറ്റ് ചെയ്യണം. അതേപോലെ ശ്രദ്ധിച്ച് ഡെപ്പോസിറ്റ് ചെയ്യണം. അതേപോലെ ഞാൻ എങ്ങനെ വിചാരിക്കണം എന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനത്തെ സ്ഥലങ്ങളിൽ നിങ്ങൾ വലിയ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അതേപോലെ മറ്റേ സ്മോൾ ഫിനാൻസ് ബാങ്ക് അതോ ഗവൺമെന്റ് ബാങ്ക് അതോ പ്രൈവറ്റ് ബാങ്ക് ഇതിൽ നിന്ന് ഏത് ബാങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പൈസ ഡെപ്പോസിറ്റ് ചെയ്യാം. പക്ഷേ ഇൻട്രസ്റ്റ് റേറ്റ് വഴി കമ്പയർ ചെയ്ത് നോക്കിയാൽ പോസ്റ്റ് ഓഫീസ് സ്കീമിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് വന്നിട്ട് പല സ്ഥലങ്ങളിലും നല്ലതായിട്ടുണ്ട്. ഇനി നമുക്ക് സീനിയർ സിറ്റിസൺ സ്കീമിനെ കുറിച്ച് കാണാം. എന്ന് വെച്ചാൽ SC/SS സ്കീമിനെ കുറിച്ച് കാണാം. ഈ സ്കീം സ്പെഷ്യലി സീനിയർ സിറ്റിസൺ ഉള്ളവർക്കാണ് ഇത് ക്രിയേറ്റ് ചെയ്തത്. ഈ സ്കീം എന്ന് വെച്ചാൽ 60 വയസ്സ് അതോ 60 വയസ്സിന്റെ മുകളിലുള്ളവര് അവർ മാത്രം ഈ സ്കീമിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് പൈസ ഡെപ്പോസിറ്റ് ചെയ്യണം. പക്ഷെങ്കിൽ എത്ര എമൗണ്ട് വേണമെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റൂല. ഇവിടെ മാക്സിമം ലിമിറ്റ് വന്നിട്ട് 30 ലക്ഷമാണ് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഒരാൾ 30 ലക്ഷം വരെ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. ഈ സ്കീമിൽ നിങ്ങൾക്ക് 8.7
20% ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടും. അതേപോലെ ഇത് നല്ല ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ഇവിടെ ഇമ്പോർട്ടന്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ടിൽ ക്രിയേറ്റ് ആകുന്ന ഇൻട്രസ്റ്റ് ഓരോ 3 മാസത്തിൽ ഒരിക്കൽ നിങ്ങൾക്ക് കിട്ടും. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ FD നിങ്ങൾക്ക് ഓരോ വർഷം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടും. MIS സ്കീമിൽ നിങ്ങൾക്ക് മാസത്തിൽ ഒരിക്കൽ ഇൻട്രസ്റ്റ് കിട്ടും. അതേപോലെ നിങ്ങൾക്ക് SCSS ലും ഓരോ 3 മാസത്തിൽ ഒരിക്കൽ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടും. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നിങ്ങൾ അഥവാ 1 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് 8.2% ഇൻട്രസ്റ്റിൽ ഒരു വർഷത്തിൽ 8200 രൂപ ക്രിയേറ്റ് ആകും, ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ആകും. ഇത് സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ അണ്ടറിൽ കണക്കെടുക്കും. ഒരു വർഷത്തിന്റെ ഇൻട്രസ്റ്റ് 8200 ആണെങ്കിൽ അപ്പോൾ 3 മാസത്തിന് നിങ്ങൾക്ക് 2050 രൂപ കിട്ടും. അതും വർഷത്തിൽ നിങ്ങൾക്ക് 4 പ്രാവശ്യം ഇൻട്രസ്റ്റ് കിട്ടും. എന്ന് വെച്ചാൽ 2050, 2050, 2050, 2050 എന്ന് അങ്ങനെ മൊത്തം 8200 രൂപ കിട്ടും. എന്ന് വെച്ചാൽ 1 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ 3 മാസത്തിൽ ഒരിക്കൽ നിങ്ങൾക്ക് 2050 രൂപ കിട്ടും. അതേപോലെ വർഷത്തിൽ 4 പ്രാവശ്യം കിട്ടും. അതേപോലെ 5 വർഷത്തിന് നിങ്ങൾക്ക് 20 പ്രാവശ്യം ഇൻട്രസ്റ്റ് പേ ഔട്ട് കിട്ടും. അതിനുശേഷം 5 വർഷം കഴിഞ്ഞ ശേഷം നിങ്ങൾ ആദ്യം ഡെപ്പോസിറ്റ് ചെയ്ത 1 ലക്ഷം രൂപ പ്രിൻസിപ്പൽ എമൗണ്ടും തിരിച്ചു കിട്ടും. അഥവാ നിങ്ങൾ 1 ലക്ഷത്തിന്റെ പകരം 30 ലക്ഷം ഡെപ്പോസിറ്റ് ചെയ്താൽ അപ്പോൾ ഈ എമൗണ്ട് 30 മടങ്ങ് കണക്കെടുക്കാം. അങ്ങനെയാണെങ്കിൽ ഓരോ 3 മാസത്തിൽ ഒരിക്കൽ 61,500 രൂപ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കിട്ടും. അങ്ങനെയാണെങ്കിൽ 6 മാസത്തിൽ നിങ്ങൾക്ക് 1,23,000 രൂപ കിട്ടും. അപ്പോൾ മുഴു വർഷത്തിന് 2,46,000 രൂപ ഇൻട്രസ്റ്റ് വരുമാനം കിട്ടും. എന്ന് വെച്ചാൽ നിങ്ങൾ 30 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ വർഷത്തിൽ നിങ്ങൾക്ക് 2.46 ലക്ഷം രൂപ കിട്ടും. അതും ഇൻട്രസ്റ്റ് വരുമാനം കിട്ടും. അടുത്തത് PPF എന്ന് വെച്ചാൽ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടിനെ കുറിച്ച് കാണാം. ഈ സ്കീമിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് വന്നിട്ട് 7.1% ആണ്. ഇത് മോസ്റ്റ്ലി സേഫ് ആയിട്ടുള്ള ഗവൺമെന്റ് ബാക്ക് സ്കീമാണ്. ഇത് വന്നിട്ട് 15 വർഷത്തിന്റെ സ്കീമാണ്. അതേപോലെ സീനിയർ സെക്കൻഡറി സേവിംഗ് സ്കീം, PPF, സുകന്യ സമൃദ്ധി യോജന പോലത്തെ സ്കീമുകൾ ഗവൺമെന്റ് സ്കീമുകൾ. അതുകൊണ്ട് ഈ അക്കൗണ്ടുകൾ പോസ്റ്റ് ഓഫീസിൽ മാത്രമില്ലാതെ പല ബാങ്കുകളിലും നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. പക്ഷെങ്കിൽ പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റ്, RD, MIS സ്കീം പോലത്തെ സ്കീമുകൾ പൊതുവായി പോസ്റ്റ് ഓഫീസിൽ മാത്രം തന്നെ കിട്ടും. നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് എന്ന് വെച്ചാൽ NSCയും ചില ബാങ്കുകൾ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. പക്ഷെങ്കിൽ വളരെ കുറവായിട്ടുള്ള ബാങ്കുകളാണ് ഈ സ്കീമിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. അവിടെ അവർ പറയും നമ്മളെ ബാങ്കിന്റെ FD ഓപ്പൺ ചെയ്യുക. അതേപോലെ KVPയിലും കുറെ ബാങ്കുകൾ ഓപ്പൺ ചെയ്ത് തരൂലായിരിക്കാം. പൊതുവായി അവർ പറയും നമ്മളെ സ്കീമിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. പക്ഷെങ്കിൽ സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം, PPF, സുകന്യ സമൃദ്ധി യോജന ഈ 3 സ്കീമിന്റെ അക്കൗണ്ടുകളിന് നിറയെ ബാങ്കുകൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ അക്കൗണ്ടുകൾ നിങ്ങൾക്ക് ബാങ്കിലും ഓപ്പൺ ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നിങ്ങൾ അഥവാ സീനിയർ സിറ്റിസൺ സ്കീമിന്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്കുകാരോട് പറയണം നിങ്ങൾ അഥവാ ബാങ്ക് ഓഫ് ബറോഡ ബാങ്കിൽ പേ എന്ന് വെച്ചുള്ള അവിടെ നിങ്ങൾക്ക് സീനിയർ സിറ്റിസൺ സേവിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്ന് അവിടെ തെളിവായിട്ട് പറയണം. ഇവിടെ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ 8.2% ഇൻട്രസ്റ്റ് കിട്ടുന്ന SCSS അക്കൗണ്ട് തന്നെ ഓപ്പൺ ആകണം. എന്താണെന്ന് വെച്ചാൽ ഒരു ചില സമയത്തിൽ അവർ പറയും നമ്മളെ FD ഓപ്പൺ ചെയ്യുക, അവിടെ 6%, 7% കിട്ടുമെന്ന് പറയും. അതുകൊണ്ട് SCSS അക്കൗണ്ട് ഓപ്പൺ ആകുന്നുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം, കൺഫേം ചെയ്യണം. ഇനി നെക്സ്റ്റ് PPF എന്ന് വെച്ചാൽ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടിനെ കുറിച്ച് കാണാം. ഇത് വന്നിട്ട് 15 വർഷത്തിന്റെ സ്കീമാണ്. അഥവാ നിങ്ങൾ ഇന്ന് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 15 വർഷം വരെ ഇൻവെസ്റ്റ്മെന്റ് തുടരായിരിക്കണം. ഇവിടെ ഓരോ വർഷം നിങ്ങൾക്ക് 500 രൂപ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങളെ അക്കൗണ്ട് വന്നിട്ട് ഇന്നാക്റ്റീവ് ആയി പോകും. ഇവിടെ മാക്സിമം നിങ്ങൾക്ക് 1.5 ലക്ഷം വരെ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. അതിനേക്കാളും കുറഞ്ഞത് എത്ര വേണമെങ്കിൽ നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. അതും നിങ്ങളെ ഇഷ്ടമാണ്. അതേപോലെ 15 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ പ്രിൻസിപ്പൽ എമൗണ്ടും ഇൻട്രസ്റ്റും ചേർത്ത് നിങ്ങൾക്ക് മുഴുവൻ തുകയും ഒരുമിച്ച് തന്നെ നിങ്ങൾക്ക് കിട്ടും. അതും ഒരേ പ്രാവശ്യത്തിൽ നിങ്ങൾക്ക് കിട്ടും. ഈ സ്കീമിലിരിക്കുന്ന വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇത് മൊത്തത്തിൽ ടാക്സ് ഫ്രീ ആണ്. നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴും ടാക്സ് ബെനിഫിറ്റ് ഉണ്ട്. നിങ്ങളെ ഇൻട്രസ്റ്റിനും ടാക്സ് ഇല്ല, നിങ്ങളെ മെച്യൂരിറ്റിനും ടാക്സ് ഇല്ല. എന്ന് വെച്ചാൽ ഡെപ്പോസിറ്റ്, ഇൻട്രസ്റ്റും മെച്യൂരിറ്റിയും ടാക്സ് ഫ്രീ ആണ്. പക്ഷെങ്കിൽ 7.1% ഉള്ളൂ എന്ന് ചിലർ വിചാരിക്കാം. പക്ഷെങ്കിൽ നമ്മൾ മറ്റേ സ്കീമിലൂടെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്കിവിടെ ടാക്സ് ഫ്രീ വന്നിട്ട് നല്ല ഒരു ബെനിഫിറ്റ് ആണ്. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നിങ്ങളെ സാലറി വന്നിട്ട് 12 ലക്ഷം ആണെങ്കിൽ അതേപോലെ നിങ്ങൾ ബാങ്ക് FDയിൽ 1 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്ത് 8% ഇൻട്രസ്റ്റ് റേറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് വർഷത്തിന് ഒരു 8,000 രൂപ ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടും. പക്ഷെങ്കിൽ ആ ഇൻട്രസ്റ്റ് വന്നിട്ട് ടാക്സബിൾ ഇൻട്രസ്റ്റിലൂടെ കയറും.
പക്ഷെങ്കിൽ ടാക്സ് ലാഭം ഇരിക്കുക. അപ്പോൾ അതിലുള്ള ഒരു പുതിയ ടാക്സിലേക്ക് പോകും. എക്സാമ്പിൾ ആയിട്ട് അഥവാ നിങ്ങൾ 20% ടാക്സ് ബ്രാക്കറ്റിൽ ഉണ്ടെങ്കിൽ അതോ ഇരിക്കുകയാണെങ്കിൽ അപ്പോൾ ഇൻട്രസ്റ്റിലൂടെ കിട്ടുന്ന ഒരു തുകതി ടാക്സിൽ തന്നെ പിരിക്കേണ്ടി വരും. പക്ഷെങ്കിൽ അതേ 1 ലക്ഷം രൂപ നിങ്ങൾ PPF ഡെപ്പോസിറ്റ് ചെയ്താൽ അപ്പോൾ 7.1% നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടും. ആ ഇൻട്രസ്റ്റ് മൊത്തം നിങ്ങളതാണ്, അതിൽ ഒരു ടാക്സും ഇല്ല. അതുകൊണ്ട് എഫക്റ്റീവ് റിട്ടേണിനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് PPF വന്നിട്ട് ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അതേപോലെ PPFന് ഓൾഡ് ടാക്സ് റിസ്യൂം ന്യൂ ടാക്സ് റിസ്യൂമിൽ പോലത്തെ വേർപാടൊന്നുമില്ല. PPF ബെനിഫിറ്റ് എല്ലായിരിക്കും ടാക്സ് എക്സംപ്റ്റ് ആയിട്ടിരിക്കും. ഇനി നെക്സ്റ്റ് നമുക്ക് സുകന്യ സമൃദ്ധി യോജനയെ കുറിച്ച് കാണാം. ഈ സ്കീമിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് വന്നിട്ട് 8.2% ആണ്. എന്ന് വെച്ചാൽ സീനിയർ സിറ്റിസൺ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്നത് പോലെ അതിനേക്കാളും നല്ലൊരു റേറ്റ് ആണ് ഇത്. നിങ്ങൾ ജൂൺ 2026 പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സുകന്യ സമൃദ്ധി യോജനയിൽ 8.2% ഇൻട്രസ്റ്റ് കിട്ടും. ഈ സ്കീമിൽ നിങ്ങൾക്ക് 15 വർഷം വരെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം. PPF പോലെ തുടരെ ഇവിടെ ഡിപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷെങ്കിൽ മെച്യൂരിറ്റി പീരീഡ് വന്നിട്ട് 21 വർഷങ്ങൾ, എന്ന് വെച്ചാൽ 15 വർഷം നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യും. അതിനുശേഷം ഇനി 6 വർഷം നിങ്ങൾ അക്കൗണ്ടിൽ എമൗണ്ട് തുടരും. അതിനുശേഷം തന്നെ നിങ്ങളെ മുഴുവൻ മെച്യൂരിറ്റി എമൗണ്ട് കിട്ടും. അതേപോലെ ഈ സ്കീം എന്താ ഇങ്ങനെയെന്ന് വെച്ചാൽ ഇത് മോസ്റ്റ്ലി പെൺകുട്ടികളിന് മാത്രം ക്രിയേറ്റ് ആയ ഒരു സ്കീമാണ്. എക്സാമ്പിൾ നിങ്ങളെ വീട്ടിൽ അഥവാ 10 വയസ്സിന്റെ താഴെയുള്ള പെൺകുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ അവരെ പേരിൽ ഈ അക്കൗണ്ട് വന്നിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. എക്സാമ്പിളിന് 8 അല്ലെങ്കിൽ 9 വയസ്സിന്റെ കുഞ്ഞുങ്ങളുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ആ കുഞ്ഞ് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം അവർ 10th ക്ലാസ് ഫിനിഷ് ചെയ്തതിനു ശേഷം അവർ നെക്സ്റ്റ് ഹയർ സെക്കൻഡറി പഠിക്കാൻ പോകുമ്പോൾ അപ്പോൾ എഡ്യൂക്കേഷൻ പർപ്പസിന് നമുക്ക് ഈ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുക്കാൻ പറ്റും. അതിനുവേണ്ടി നമുക്കിവിടെ ഒരു പാലൻറ്റി ഒന്നുമില്ല. പക്ഷെങ്കിൽ ഇവിടെ ഒരു കണ്ടീഷൻ കാണും. ഹയർ എഡ്യൂക്കേഷൻ ഫീസ് അതോ അഡ്മിഷന്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ഇവിടെ കൊടുക്കണം. അപ്പോൾ അത് പുറത്ത് നമ്മൾ ആവശ്യത്തിനുള്ള എമൗണ്ട് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും, വിഡ്രോൾ ചെയ്തെടുക്കാം. പക്ഷെങ്കിൽ അക്കൗണ്ട് ക്ലോസ് ആകില്ല. അതേപോലെ ആവശ്യമുള്ള എമൗണ്ട് മാത്രം വിഡ്രോൾ ചെയ്തെടുക്കാം. അതേപോലെ ആ പെൺകുഞ്ഞിന് കല്യാണ ടൈമിൽ നമുക്ക് അക്കൗണ്ടിനെ ക്ലോസ് ചെയ്തെടുക്കാം. എക്സാമ്പിൾ ആയിട്ട് അഥവാ നിങ്ങൾ 10 വയസ്സിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ 25 വയസ്സിൽ കല്യാണം നടക്കുകയാണെങ്കിൽ അപ്പോൾ അക്കൗണ്ടിനെ നമുക്ക് മുൻകൂട്ടി ക്ലോസ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി പാലൻറ്റി ഒന്നുമില്ല. അക്കൗണ്ട് ക്ലോസ് ആയവരെ ക്രിയേറ്റ് ആയ ഇൻട്രസ്റ്റ് വന്നിട്ട് മുഴുവനും ചേർത്ത് പ്രിൻസിപ്പൽ എമൗണ്ടും കൂടെ ചേർത്ത് എല്ലാം മുഴുവനായിട്ട് നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് ഈ സ്കീമിന്റെ മെയിൻ കാര്യം പെൺകുഞ്ഞുങ്ങളുടെ ഹയർ എഡ്യൂക്കേഷൻ അതേപോലെ മാരേജ് ചെലവിന് ഇതേപോലെ നീണ്ട കാലം സേവിങ്ങിന് ക്രിയേറ്റ് ചെയ്ത് തരുന്നതാണ്. അതുകൊണ്ട് ഇത് രണ്ട് ആവശ്യങ്ങൾ മനസ്സിൽ വെച്ചിട്ട് ഗവൺമെന്റ് ഈ അക്കൗണ്ടിനെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. എക്സാമ്പിൾ ആയിട്ട് 10 വയസ്സിൽ നിങ്ങൾ ഈ അക്കൗണ്ടിനെ ഓപ്പൺ ചെയ്തിരിക്കുകയാണെങ്കിൽ അതിനുശേഷം 31 വയസ്സിൽ നിങ്ങൾക്ക് കല്യാണം ആയിട്ടില്ലെങ്കിൽ 10 വയസ്സ് പ്ലസ് 21 വർഷം മെച്യൂരിറ്റി പീരീഡ് വെച്ച് നോക്കിയാൽ അതോ ചേർത്ത് നോക്കിയാൽ അപ്പോൾ 31 വയസ്സിലെ അക്കൗണ്ട് വന്നിട്ട് ഓട്ടോമാറ്റിക്കലി മെച്യൂർ ആകും. എന്ന് വെച്ചാൽ 21 വർഷങ്ങൾ കഴിയുമ്പോൾ അക്കൗണ്ട് ക്ലോസ് ചെയ്ത് മുഴുവൻ പൈസ വാങ്ങിക്കാൻ പറ്റും. അഥവാ കുഞ്ഞ് ജനിച്ചിട്ട് 1 വർഷത്തിൽ നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ 1 വയസ്സിൽ നിന്ന് 21 വർഷങ്ങൾ ചേർത്ത് നോക്കിയാൽ അപ്പോൾ 22 വയസ്സിൽ അക്കൗണ്ട് വന്നിട്ട് മെച്യൂർ ആകും. എന്ന് വെച്ചാൽ കല്യാണ വയസ്സിന് മുമ്പ് തന്നെ ഫുള്ളായിട്ട് മെച്യൂർ ആയി നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത ഉണ്ടാകും. അതേപോലെ മൊത്തം മെച്യൂരിറ്റി എമൗണ്ട് കിട്ടാൻ സാധ്യത ഉണ്ടാകും. അതുകൊണ്ട് കുഞ്ഞ് ജനിച്ച ഉടനെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നവര് ഇനിയും കൂടുതൽ വർഷങ്ങൾ കോമ്പൗണ്ടിങ് ബെനിഫിറ്റ് എടുക്കാൻ പറ്റും. ഇതേപോലെ നമ്മൾ ജൂൺ 2026 നമ്മളെ പോസ്റ്റ് ഓഫീസിൽ ഏത് സ്കീമിൽ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ എത്ര ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടും നമ്മൾ ഈ വീഡിയോയിൽ കണ്ടു. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. ഇനി ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ അറിയാൻ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നമുക്ക് ഇൻട്രസ്റ്റിംഗ് വീഡിയോയിലൂടെ കാണാം. ബൈ.